ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു കേക്കാണ്. നമ്മുടെ പ്ലം കേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് ഇത് ഇഷ്ടമുള്ള അളവിലെടുക്കാം കേട്ടോ. ഇന്ന അളവൊന്നുമില്ല. ഞാനിപ്പോൾ 1/4 കപ്പ് ഇതാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് റൈസിൻസ് എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വയ്ക്കണം. അതിനായിട്ട് നമ്മൾ ഒരു 1/2 കപ്പോളം ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. സീഡ്സ് മാറ്റിയിട്ട് എടുക്കണം. സീഡ്സ് ഉണ്ടെങ്കിൽ കയ്പ്പ് വരും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ജാതിക്ക പൊടിച്ചത്, പിന്നെ വാനില എസൻസ് വേണം, കറുകപ്പട്ട പൊടിച്ചത് വേണം, ഗ്രാമ്പൂ പൊടിച്ചത് വേണം. അപ്പോൾ ഞാൻ ഗ്രാമ്പും കറുകപ്പട്ടയും മിക്സിയിൽ പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചെടുക്കും. ഇതെല്ലാം നമുക്ക് സോക്ക് ചെയ്ത് വയ്ക്കണം നമ്മുടെ ഓറഞ്ച് ജ്യൂസിൽ. അതിനായിട്ട് നമുക്ക് ആദ്യം ഓറഞ്ച് ജ്യൂസിലേക്ക് നമ്മുടെ റൈസിൻസ്, അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഈന്തപ്പഴം കട്ട് ചെയ്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ചേർക്കുന്നുണ്ട്. നമ്മുടെ കേക്കിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 4-5 കാഷ്നട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഈന്തപ്പഴവും കൂടി കട്ട് ചെയ്ത് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ആദ്യം വയ്ക്കണം. നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. ഇത് 1 മണിക്കൂർ വയ്ക്കാൻ സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വയ്ക്കുക, ഇല്ലെങ്കിൽ 1/2 മണിക്കൂർ വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം വയ്ക്കുക. ഏറ്റവും കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വയ്ക്കുക. ഇതിന് ശേഷം നമ്മൾ നമ്മുടെ കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈന്തപ്പഴവും കൂടി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കട്ടെ. ഇതെല്ലാം സോക്കായി വരട്ടെ. ഇത് നമുക്ക് റമ്മിലോ ബ്രാൻഡിയിലോ വൈനിലോ സോക്ക് ചെയ്യുക കേട്ടോ. ഈ ഓറഞ്ച് ജ്യൂസിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിൽ സോക്ക് ചെയ്യുക. പക്ഷേ നമുക്കിപ്പോൾ ആൽക്കഹോൾ കണ്ടൻറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസിൽ തന്നെ സോക്ക് ചെയ്യുക. ഇതെല്ലാം സോക്കായി വരട്ടെ. ഞാൻ ഈന്തപ്പഴം കൂടി ചേർത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരമലൈസ് ചെയ്തിട്ട് നമുക്ക് ചൂട് മാറിയതിന് ശേഷമേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. കളർ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ മധുരം കൂടിപ്പോവും. അപ്പോൾ ഇതൊന്ന് കാരമലൈസ് ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ കാരമൽ റെഡിയായി തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടോ, കളർ മാറി തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് കളർ മാറി കഴിയുമ്പോൾ മാത്രം നമ്മൾ വെള്ളം ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മിക്സാണ് നമ്മുടെ കേക്കിന് കളർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കളർ വേണം എന്നുള്ളതനുസരിച്ച് ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി വെള്ളം ചേർക്കാം. ഞാൻ ഇത്രയും കളർ ആക്കുന്നുള്ളൂ. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. എല്ലാം മെഷർ ചെയ്താണ് എടുക്കുന്നത്. നന്നായിട്ട് പതഞ്ഞു വരുമ്പോൾ വെള്ളം ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സായി വരുമ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പഞ്ചസാരയൊക്കെ മിക്സായി കഴിഞ്ഞു. ഇനി ഈ മിക്സിൻ്റെ ചൂട് മാറിയിട്ട് വേണം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യാനായിട്ട്. ഇതൊന്ന് ചൂട് മാറി വരട്ടെ. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 കപ്പ് മൈദപ്പൊടിയിലാണ് ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ 1/2 കപ്പ് നിറയെ പഞ്ചസാര എടുത്തിട്ടില്ല. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നിങ്ങൾക്ക് കാരമൽ റെഡിയാക്കാം. അപ്പോൾ 1/2 കപ്പ് നിറയെ ഞാനിപ്പോൾ പഞ്ചസാര എടുത്തിട്ടില്ല. നമ്മൾ 3 ടേബിൾ സ്പൂൺ കാരമൽ റെഡിയാക്കാൻ എടുത്തല്ലോ. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്താണ്. വൈറ്റ് പാർട്ട് വരാതെ ആ മുകളിലുള്ള ഓറഞ്ച് പാർട്ട് മാത്രമായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് പോലെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് വെറ്റ് ഇൻഗ്രീഡിയൻസിൽ മിക്സ് ചെയ്യാനുള്ളതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് 2 മുട്ട. ഇതിലേക്ക് 4 മുട്ട വേണമെങ്കിൽ 4 മുട്ട ചേർക്കാം. ഞാനിപ്പോൾ 2 മുട്ട ചേർത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, നിങ്ങളുടെ കയ്യിലുള്ള റൈസ് ബ്രാൻ ഓയിലോ ഏത് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മുട്ടയും പഞ്ചസാരയും ചേർത്തൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പൊക്കെ ചേർക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ നമ്മളിതിൽ ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം നീക്കി വെച്ചിട്ട് നമുക്കൊരു വലിയ ബൗളിലെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഓരോന്നായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പകുതി പഞ്ചസാര ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് മുട്ട പതഞ്ഞ് വരണം, അതുവരെ ബീറ്റ് ചെയ്തെടുക്കുക.
നമ്മളിപ്പോൾ മുട്ടയും പഞ്ചസാരയും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1/2 ടീസ്പൂൺ മതി. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നിങ്ങളിത് പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 7 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം കേട്ടോ. ഓവനിലാണെങ്കിൽ 1/4 കപ്പ്. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഓറഞ്ച് ജ്യൂസും ഒരു 1/4 കപ്പ് എടുത്തിട്ട് ചേർക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, അതെന്താണ് ചെയ്തതെന്നുള്ളത് പറയാം. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കാരമൽ സിറപ്പ് ഒഴിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരമലിൻ്റെ ചൂട് മാറിയിട്ട് വേണം. അപ്പോൾ ഇത് നീക്കി വയ്ക്കട്ടെ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ എല്ലാ കേക്കിൻ്റെയും മിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഒരു വലിയ പാത്രം എടുക്കുക, അതിലേക്ക് നമ്മൾ അരിപ്പ വയ്ക്കുക. അതിലേക്ക് നമ്മുടെ മൈദപ്പൊടി 1 കപ്പ്, 240 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ ജാതിക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ മതി, 1 ടീസ്പൂൺ ആവരുത്. അതുപോലെ തന്നെ നമ്മൾ പട്ടയും ഗ്രാമ്പൂവും ചേർത്ത് പൊടിച്ചെടുത്തത് 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. രണ്ടും ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടും സെപ്പറേറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ചേർക്കുക. 1 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുക. 1 പിഞ്ച് മതി ഉപ്പ്, ഉപ്പ് അധികമായി പോകരുത്. ഇതെല്ലാം ചേർത്ത് നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. നന്നായിട്ട് മിക്സായി കിട്ടാനാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി, 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് 3 പ്രാവശ്യം അരിക്കുക. 1 ടീസ്പൂൺ ലെവലായിട്ട് ചേർക്കുക. ഇപ്പോൾ ബേക്കിംഗ് പൗഡറിൽ ചെറിയ തരിയുണ്ട്, അതും കൂടി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഇത് വീണ്ടും അരിച്ചെടുക്കാം. ഇതുപോലെ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ കേക്ക് മിക്സിലേക്ക് ചേർക്കുമ്പോൾ താഴ്ന്നു പോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് മൈദപ്പൊടി ചേർത്തിട്ട്. അത് നിങ്ങൾ എടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവനുസരിച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിലും കോട്ടായി കിട്ടണം. ഇതിലേക്ക് ഇപ്പോൾ പിസ്തയോ ബദാമോ ഏത് വേണമെങ്കിലും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവ് എടുക്കുന്നതനുസരിച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നേ ഉള്ളൂ, ഇത്ര അളവെന്ന് പറയാനില്ല. ഇനി നമുക്കിതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്തെടുത്ത നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതാണ് ആദ്യത്തെ സ്റ്റേജ്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വേണം ചേർക്കാനായിട്ട്, ഒരുമിച്ച് തന്നെ ചേർത്ത് മിക്സ് ചെയ്യരുത്. എല്ലാ കേക്കിലും പറയുന്ന പോലെ തന്നെ ഒരു 3 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാനായിട്ട്. ഇതുപോലെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ നമുക്ക് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇതിലേക്ക് നമുക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി വീഴാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അധികം മൈദപ്പൊടി ഇല്ല, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കറക്റ്റായിട്ട് കോട്ടായിരിക്കുന്ന രീതിയിൽ മാത്രമേ നമ്മൾ മൈദപ്പൊടി ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കാരമലും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ ഈ കാരമലും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സെയിം കേക്കിൻ്റെ റെസിപ്പി തന്നെ നമ്മൾ പാനിൽ ചെയ്യുന്ന രീതി നേരത്തെ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാനിലാണ് ചെയ്യേണ്ടതെങ്കിൽ ആ റെസിപ്പി നോക്കിയിട്ട് ചെയ്യുക. ഇല്ല ഓവനിലാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ രീതിയിൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ആയി വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഫ്രൂട്ട്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. എല്ലാം കൂടി 1 കപ്പ്
ആണ് ഞാനിപ്പോൾ അളന്നെടുത്തത്. അപ്പോൾ നിങ്ങൾക്കൊരു 1/2 കപ്പ് മതി എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി 1/2 കപ്പ് ചേർക്കുക. അപ്പോൾ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് വരുമ്പോഴാണ് നമ്മുടെ കേക്കിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. നന്നായിട്ട് മിക്സ് ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് പോകുന്നത് വരെ ടാപ്പ് ചെയ്യുക. നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാഷ്നട്ട് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് കാഷ്നട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് 160 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റാണ്. അപ്പോൾ ഞാൻ ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കട്ടെ. 160 ഡിഗ്രിയിൽ 45 മിനിറ്റ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ബേക്കായി വന്നിട്ടുണ്ട്. 45 മിനിറ്റ് തന്നെ എടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞ ടൈം കറക്റ്റ് ആയിരുന്നു. നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുക്കായിട്ടുണ്ടോ എന്ന്. 45 മിനിറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നതുകൊണ്ടാണ് 45 മിനിറ്റ് പറയുന്നത്. അല്ലാതെ കേക്കാണെങ്കിൽ 40 മിനിറ്റ് മതിയാവും. അപ്പോൾ ഇതുണ്ടോ, ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് നമ്മൾ കുത്തുമ്പോൾ ഒട്ടും തന്നെ നമ്മുടെ കയ്യിലാവുന്നില്ല, സ്ക്യൂറിൽ പിടിക്കുന്നില്ല. അങ്ങനെ ആവുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കുക്കായി എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനിത് ഇനി ഒന്ന് ചൂട് മാറാൻ വേണ്ടി വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്യാം. പക്ഷേ ഈ കേക്ക് ഇന്ന് തന്നെ കഴിക്കരുത്. എപ്പോഴും നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം കഴിക്കുക. ഉണ്ടാക്കി വയ്ക്കുക, അടുത്ത ദിവസം കഴിക്കുക. ഓവനിൽ നിന്ന് മാറ്റി വയ്ക്കുക. നമ്മളിപ്പോൾ കുക്കറിൽ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ പാനിൽ നിന്ന് മാറ്റി വയ്ക്കുക. ചൂട് മാറി കഴിയുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക. ചൂട് മാറി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ അന്നാണ് കേക്ക് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നേ കേക്ക് ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് കഴിക്കാൻ പറ്റുക. അപ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് ആവുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റമ്മോ വൈനോ ഒന്നും യൂസ് ചെയ്യാതെ ഓറഞ്ച് ജ്യൂസ് മാത്രം യൂസ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇരുന്നാലേ കേക്കിന് ടേസ്റ്റ് വരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ റമ്മോ വൈനോ ഒക്കെ ഉപയോഗിച്ച് സോക്ക് ചെയ്യേണ്ടി വരും ഡ്രൈ ഫ്രൂട്ട്സ്. അങ്ങനെ താല്പര്യമില്ലാത്ത ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഇങ്ങനെയുള്ള കേക്കുകൾ റെഡിയാക്കി എടുക്കുന്നത്. ആൽക്കഹോൾ കണ്ടൻറ്റോട് കൂടി ചെയ്യാവുന്നതാണ് കേക്ക്. അത് പിന്നീട് ഒരു ദിവസം ചെയ്യാം കേട്ടോ. അത് അടുത്ത വർഷം നമുക്ക് ക്രിസ്മസിന് ചെയ്യാം. അല്ലെങ്കിൽ ഈ വർഷം ക്രിസ്മസിന് മുന്നേ ആയിട്ട് പറ്റുകയാണെങ്കിൽ ഈ വർഷം ക്രിസ്മസിന് മുന്നേ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ആ ടേസ്റ്റ് കിട്ടാനാണ് നമ്മൾ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് കേക്ക് കഴിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം കേക്ക് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചൂട് മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അധികം കളറില്ലാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കാരമലൈസ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മീഡിയം മധുരമുള്ള രീതിയിലാണ് ഈ കേക്ക് ചെയ്യുന്നത്. നല്ല മധുരമുള്ള രീതിയിലാണെങ്കിൽ 3/4 കപ്പ് വരെ പഞ്ചസാര ചേർക്കാം. വളരെ സോഫ്റ്റ് ആണോ കേക്ക്, അതുപോലെ തന്നെ പെർഫെക്റ്റുമാണ്. പെർഫെക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടുക. ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും കേക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് തരാനും മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.